ആസാം കാഴ്ചകൾക്ക് ശേഷം ഗുവാഹട്ടിയിൽ നിന്നും മേഘാലയയിലെ ഷില്ലോങ് ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര തുടരുന്നത്. ഗുവാഹട്ടി ടൗണിൽ നിന്നും ഷില്ലോങ് ഹൈവേ തുടങ്ങുന്നിടത്ത് നിന്ന് ഒരു റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വളവായി. ഈ റോഡിൻ്റെ പ്രത്യേകത, ഈ റോഡിൻ്റെ അങ്ങേ വശത്ത് കാണുന്നത് മേഘാലയ സംസ്ഥാനമാണ്, ഇങ്ങേ വശം ആസാമും. ഒരേ ഹൈവേയുടെ അപ്പുറവും ഇപ്പുറവുമായി മേഘാലയയും ആസാമും നിറഞ്ഞു നിൽക്കുകയാണ്. ജനങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രരായി വിഹരിക്കുന്നു. സാധനങ്ങളും എവിടെയാണോ വിലക്കുറവ് അവിടെ പോയി വാങ്ങുന്നു. ആസാം സ്റ്റേറ്റിലും മേഘാലയ സ്റ്റേറ്റിലും. കേരളത്തിൽ ഇതുപോലെ ഉണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇത് എനിക്ക് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ ഹൈവേക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ഗുവാഹട്ടി ഷില്ലോങ് ഹൈവേ പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൈവേയാണ്. ഇന്ത്യയിലെ അതിമനോഹരമായ ഹൈവേകളിൽ ഒന്ന്. ഈ ഹൈവേയിലൂടെ യാത്ര തുടരുമ്പോൾ ഏകദേശം ഷില്ലോങ്ങിൽ നിന്നും 15 കിലോമീറ്റർ ഇപ്പുറത്താണ് ഉമയ്യാം ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിനെ വലം വെച്ചുകൊണ്ട് ഉമയ്യാം നദി അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ബ്രഹ്മപുത്രയുടെ അതിപ്രധാനമായിട്ടുള്ള ഒരു കൈവഴിയാണ് ഉമയ്യാം നദി. അത് ഷില്ലോങ്ങിന് 15 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ഒരു തടാകമായി രൂപപ്പെടുകയും അവിടെ ഇറിഗേഷൻ പ്രോജക്റ്റുകളെല്ലാം ഉണ്ട്. അതിന് തൊട്ടടുത്താണ് ലാം നെഹ്റു പാർക്ക്. അതിമനോഹരമായ ഒരു പാർക്കാണത്. കുട്ടികളടക്കമുള്ള ഫാമിലികൾക്ക് ഒരുപാട് ആസ്വാദനത്തിന് വഴിയൊരുക്കുന്ന ഒരു പാർക്കാണ് ലാം നെഹ്റു പാർക്ക്. അത് ഷില്ലോങ്ങിന് എത്തുന്നതിന് 15 കിലോമീറ്റർ ഇപ്പുറത്താണ്. പിന്നീട് ഈ ഹൈവേയിലെ മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് ലോക്കൽസ് തന്നെയാണ്. വില്ലേജിൽ കുറേ അധികം വില്ലേജുകൾ കടന്നു പോകുന്നുണ്ട് ഈ ഹൈവേ. അവിടെ വില്ലേജിലുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ നിഷ്കളങ്കമായ ഭാവം, എല്ലാവരും വെറ്റില മുറുക്കുന്നവരാണ്. ഗുവാഹട്ടി തന്നെയാണ് എല്ലാ കടകളും. എല്ലായിടത്തും ഗുവ ഒരു പ്രധാന ഘടകം. അടയ്ക്ക, വെറ്റില, അതിൻ്റെ കൂടെ ഇഞ്ചി കലർന്ന എന്തോ ഒരു രസക്കൂട്ട് കൂടെ ഇവർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാവണം ഒരു കിക്ക് അടിച്ച പോലെയാണ് മിക്ക ആളുകളും. ഇവിടെ ഡോമിനേറ്റിംഗ് പവർ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഉമയ്യാം ലേക്കിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ അഷ്ടമുടി കായൽ പോലെ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. റോഡിനെ വലം വെച്ചുകൊണ്ടും കാടിനെ വലം വെച്ചുകൊണ്ടും അത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നുണ്ട്. ഈ വഴിയിൽ തന്നെയാണ്, ഗുവാഹട്ടി ഷില്ലോങ് ഹൈവേയിൽ തന്നെയാണ് നോങ് പോ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചെറുപട്ടണവും. നോങ് പോങ്ങിലെ പ്രത്യേകതകൾ അവിടുത്തെ ഭക്ഷണം തന്നെയാണ്. രസകരമായിട്ടുള്ള നാടൻ വിഭവങ്ങൾ പലതരത്തിലുള്ളത്, പിന്നെ ഇന്ത്യൻ, ചൈനീസ് തുടങ്ങിയവയും. ഭാഗ്യം നമ്മുടെ അൽഫാമും മന്തിയും ഇങ്ങോട്ട് അടുത്തിട്ടില്ല. മലയാളികളേറെ ഇല്ല ഇവിടെ. അവരുടെ കച്ചവട സ്ഥാപനങ്ങളും വളരെ കുറവ്. നമ്മുടെ മന്തി, ബ്രോസ്റ്റ് കടകളെ എവിടെയും ഇവിടെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതും ഒരു വിശേഷം തന്നെയാണ്. ഈ ഹൈവേ കടന്നു പോകുന്നത് നമ്മുടെ റിബോയ് ഡിസ്ട്രിക്റ്റിലാണ്. മേഘാലയയിലെ റിബോയ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഈ ഹൈവേയുടെ തൊട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വീണ്ടും ഉമയ്യാം ലേക്ക് നമ്മുടെ ഹൈവേക്ക് ക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും മലകളിലേക്ക്. തൊട്ടപ്പുറത്തുള്ള മലനിരകളുടെ ഉയരം നോക്കുമ്പോൾ അറിയാം നാം എത്ര അടി ഉയരത്തിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ളത്. ഉമയ്യാം ലേക്കിൻ്റെ അതിമനോഹരമായൊരു വ്യൂ. 15 കിലോമീറ്ററുകളുടെ സഞ്ചരിച്ചാൽ നാം ഷില്ലോങ്ങിലെത്തുകയായി. ഞങ്ങളവിടെ എത്തുമ്പോൾ ഷില്ലോങ്ങിൽ ഒരു പുഷ്പ ചെടികളുടെ, അലങ്കാര ചെടികളുടെ പ്രദർശനമുണ്ടായിരുന്നു. അതിലും പങ്കെടുക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. കാഴ്ചകൾ തുടരട്ടെ, യാത്രകളും തുടരട്ടെ. രാത്രിയോടെ ഞങ്ങൾ ഷില്ലോങ്ങിലെത്തി. ഷില്ലോങ്ങിൽ അപ്പോൾ 4 ഡിഗ്രി തണുപ്പ്. ഷില്ലോങ്ങിലെ പോലീസ് കോർണർ, ഇവിടുത്തെ വ്യാപാര കേന്ദ്രമാണിത്. IT ഓഫീസുകളും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്.
റോഡിന് ഇരുവശമായി പടർന്നു കിടക്കുകയാണ് പോലീസ് കോർണർ. നിറയെ വളവുകളും തിരിവുകളുമുള്ള ജംഗ്ഷനുകളാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ ഷില്ലോങ്ങിലെത്തി. ഷില്ലോങ്ങിലെ അലങ്കാര ചെടികളുടെ പ്രദർശനത്തോടെ ഇന്നത്തെ ഈ രാത്രി ഇവിടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.